RSSന്റെ പ്രാന്ത പ്രചാരക് ബൈഠക്കിന് കർണാടകയിലെ ബെലഗാവിൽ തുടക്കമായി. സംഘടനാ ഘടനയിലുള്ള 11 ക്ഷേത്രങ്ങളിൽ നിന്നും 46 പ്രാന്തങ്ങളിൽ നിന്നുമുള്ള പ്രാന്ത പ്രചാരകർ, സഹപ്രാന്ത പ്രചാരകന്മാർ, ക്ഷേത്രീയ പ്രചാരകന്മാരുമാണ് ബൈഠക്കിന്റെ ഭാഗമാകുക. 32 വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ സംഘടനാ സെക്രട്ടറിമാരും യോഗത്തിലെത്തും. ശതാബ്ദി വർഷത്തിലെ സംഘടനാ കാര്യങ്ങളും ഭാവി പരിപാടികളുമാണ് യോഗം വിശദമായി ചർച്ച ചെയ്യുക. എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, കർണാടകയിൽ ഇന്നിപ്പോൾ 3 ദിവസത്തെ സംഘത്തിന്റെ പ്രചാരക ബൈഠക്ക് തുടങ്ങുകയാണല്ലോ. ഈ ശതാബ്ദി വർഷത്തിൽ നടക്കുന്ന ഈ ബൈഠക്കിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാകുന്നത്? ഗൗതം, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനായി രാജ്യത്ത് വിഭജിച്ചിട്ടുള്ള 11 ക്ഷേത്രങ്ങളിൽ നിന്നും കൂടാതെ 46 പ്രാന്തങ്ങളിൽ നിന്നുമുള്ള പ്രാന്ത പ്രചാരകന്മാർ, സഹപ്രചാരകന്മാർ, ക്ഷേത്രീയ പ്രചാരകന്മാർ എന്നിവർ ഈ ബൈഠക്കിൽ പൂർണ്ണസമയം പങ്കെടുക്കും. ഇവർക്ക് പുറമെ BJP ഉൾപ്പെടെയുള്ള RSSന്റെ പരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഏതാണ്ട് 32 പരിവാർ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ 32 പരിവാർ പ്രസ്ഥാനങ്ങളുടെയും അഖില ഭാരതീയ സംഘടനാ സെക്രട്ടറിമാരും ഈ ബെളഗാവിലെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. RSS സ്ഥാപിതമായതിന്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഈ ബൈഠക്കിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നോക്കിക്കണ്ടേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്തുടനീളം നടത്തിയ ശാഖകളുടെ വിപുലീകരണവും സംഘടനയുടെ വളർച്ചയും ആ യോഗം വിലയിരുത്തും. വരും വർഷങ്ങളിൽ നടപ്പാക്കേണ്ട വിപുലമായ ശതാബ്ദി ആഘോഷ പരിപാടികൾക്കും അതേപോലെ തന്നെ സംഘടനാ മാറ്റങ്ങൾക്കും ഈ യോഗത്തിൽ അന്തിമ തീരുമാനം നൽകും. കേവലം ആഭ്യന്തര സംഘടനാ കാര്യങ്ങൾ മാത്രമല്ല, രാജ്യത്തെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമായേക്കും എന്നുള്ളതാണ്. 3 ദിവസത്തെ തീവ്ര ചർച്ചകൾക്ക് ശേഷം വരും വർഷത്തേക്കുള്ള സംഘടനയുടെ പ്രവർത്തന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും ഞായറാഴ്ച ഈ ബൈഠക്ക് സമാപിക്കുക. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രചാരക് ബൈഠക്കിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഭാരതത്തിലെ 11 ക്ഷേത്രങ്ങളിലെയും അതോടൊപ്പം തന്നെ 47 പ്രാന്തങ്ങളിൽ നിന്നുള്ള ക്ഷേത്രീയ പ്രചാരകന്മാർ, പ്രാന്ത പ്രചാരകന്മാർ, സഹപ്രാന്ത പ്രചാരകന്മാരുമാണ് ഈ നിർണായക ബൈഠക്കിന്റെ ഭാഗമാകുക. ഒപ്പം വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ സംഘടനാ ജനറൽ സെക്രട്ടറിമാർ ഈ യോഗത്തിന് എത്തുന്നുണ്ട്. സംഘത്തിന്റെ 100 വർഷം പൂർത്തിയായതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഭാവി പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് ഇന്ന് ഈ പ്രചാരക ബൈഠക്ക് വിശദമായി ചർച്ച ചെയ്യുന്നത്. നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.